അക്ഷരക്കൂട്ടിലെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ജയേഷാണേ. ഞാനിന്ന് നിങ്ങളെ ചെറിയൊരു കാര്യം കാണിക്കാം കേട്ടോ. ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്തുകയാണേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കും എന്നെ പേഴ്സണലായിട്ട് പരിചയമുള്ളവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. എനിക്ക് കുറച്ച് കൃഷിപ്പരിപാടികളുണ്ട്. എസ്പെഷ്യലി കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, അതായത് വിദേശ ഇനം പഴവർഗ്ഗ ചെടികൾ. ഓക്കെ, അപ്പം ആ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ, അതായത് തായ്ലൻഡ്, ബ്രസീൽ, മെക്സിക്ക, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഓസ്ട്രേലിയ, അങ്ങനെ പല രാജ്യങ്ങളിലുള്ള വിദേശ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ പ്ലാന്റുകളൊക്കെ നമ്മുടെ വീട്ടിലൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് വളർത്തി വരുന്നൊരു പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 2020 മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് കുറച്ച് റിസ്ക് ആയിരുന്നു പ്ലാന്റുകൾ ഒപ്പിക്കുന്നതും. നല്ല കോസ്റ്റായിരുന്നു, നല്ല വിലയായിരുന്നു. നമ്മൾ കൊറിയർ ചെയ്യുന്ന റേറ്റും അങ്ങനെ ഭയങ്കര റേറ്റായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ 10-1 ഉള്ളൂ റേറ്റൊക്കെ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇന്തോനേഷ്യൻ ഫ്രൂട്ടായിട്ടുള്ള ഒരു മട്ടോവ എന്ന് പറയുന്നൊരു പ്ലാന്റ് ചെയ്തിരുന്നു. ഇതാണ് മട്ടോവയുടെ ലീഫ് കേട്ടോ. ഇത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഫർണിച്ചർ ആവശ്യങ്ങൾക്ക്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് ജയൻ്റായിട്ട് വളരുന്ന വലിയൊരു മരമായിരിക്കും. രണ്ടാമത്തേത് ഫ്രൂട്ട്, നമ്മുടെ പർപ്പസ് ഫ്രൂട്ടാണ്. അപ്പോൾ ആ ഫ്രൂട്ടാണ് ഇതാണ്ട് ഈ കാണുന്നത് കേട്ടോ. ഞാനിത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് മട്ടോവ എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇന്തോനേഷ്യനാണ്. അത് ശ്രീലങ്കയിൽ കാണപ്പെടുന്നുണ്ട്, സൗത്ത് ഏഷ്യയിലൊക്കെ കാണപ്പെടുന്നുണ്ട്, ആൻഡമാൻ ദ്വീപുകളിലൊക്കെ കാണപ്പെടുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലൊക്കെ കുറവാണ്. അപ്പം ഇത് നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു 4-5 വർഷത്തിനടുത്താവാനായി ചെറിയൊരു പ്ലാന്റ് നട്ടതാണ്. അത് നമുക്ക് ഈ വർഷം ഫ്രൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിത് പൊട്ടിച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചും കൂടി അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിങ്ങനെ ഫ്രൂട്ടായി വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പർപ്പിൾ മട്ടോവ എന്ന് പറയും. മട്ടോവകൾ കുറേ വെറൈറ്റി ഉണ്ട്. കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് മട്ടോവകളെ വേർതിരിച്ചിട്ടുള്ളത്. പർപ്പിൾ മട്ടോവ, ഗ്രീൻ മട്ടോവ, യെല്ലോ മട്ടോവ, റെയിൻബോ മട്ടോവ, സോഫ്റ്റ് സ്കിൻ മട്ടോവ, ഡ്വാർഫ് മട്ടോവ, അങ്ങനെ കുറേ മട്ടോവകളുണ്ട്. ഇതാണ് പർപ്പിൾ മട്ടോവ. ഒരു ചെറിയ പർപ്പിൾ കളറിൽ വരുന്ന മട്ടോവയാണ് പർപ്പിൾ മട്ടോവ. ഓക്കെ, ഇനി ഞാനിത് പറിച്ചിട്ട് അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഫ്ലഷ് എന്നുള്ള ഡീറ്റെയിലൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ പർപ്പിൾ മട്ടോവ. കുറച്ചും കൂടി ഡാർക്കായിട്ട് കളർ വരാനുണ്ട്, ഇച്ചിരി കൂടി പഴുക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം പറിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, പർപ്പിൾ മട്ടോവ. ഇതിൻ്റെ ഷെല്ല്, ഇതിൻ്റെ മോൾ ഭാഗം വന്നിട്ട് ഇതിൻ്റെ തോട് വന്നിട്ട് നമ്മുടെ ഈ കോഴിമുട്ട ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടും. കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ കോഴിമുട്ടയൊക്കെ പൊട്ടുന്ന പോലെ ഇങ്ങനെ ഈസി ആയിട്ട് പൊട്ടി വരും. നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടി വരും. കണ്ടില്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റംബുട്ടാനൊക്കെ സമാനമായിട്ടുള്ള ഒരു ഫ്ലഷ് ആയിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ, റംബുട്ടാനെ പോലെയുള്ള അല്ലെങ്കിൽ ലോങ്ങനെ പോലെയുള്ള ഒരു ഫ്ലഷ്. ലോങ്ങൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടയിൽ നിന്ന് ലിച്ചി എന്ന പേരിലൊക്കെ മേടിക്കുന്നൊരു ഫ്ലഷ് ഉണ്ട്, ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കും. ആ ഫ്രൂട്ടിൻ്റെ സിമിലറാണ് ഇത്. ഇതിന് ഫിജിയൻ ലോങ്ങൻ എന്ന് പറയുന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ലോങ്ങൻ്റെ ഫ്ലേവർ ഉണ്ടായതുകൊണ്ടാണ്. ഇനി ഇതിനകത്ത് ചെറിയൊരു വിത്തുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് വിത്ത്. ഈ വിത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, വിത്ത് അവിടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ ഫ്ലഷ് എന്ന് പറയുന്നത് കറക്റ്റ് നല്ല മധുരമുള്ള, റംബൂട്ടാനേക്കാളും മധുരമുള്ളതാണ്. റംബൂട്ടാനേക്കാളെന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി റംബൂട്ടാനുണ്ട്, ഭയങ്കര ഫ്ലഷുള്ള. നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന റംബൂട്ടാനൊന്നും അല്ലാത്ത ഒരുപാട് വെറൈറ്റി റംബൂട്ടാനൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിലും ഉണ്ട് ഒരു 3-4 വെറൈറ്റി. സ്പെഷ്യൽ വെറൈറ്റികളാണത്. അത്ര പെട്ടെന്ന് അവൈലബിൾ അല്ലാത്ത ഒരു 3-4 വെറൈറ്റി കുറച്ച് കഷ്ടപ്പെട്ട് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ റംബൂട്ടാനുണ്ട്, വരുന്ന സീസണുകളിലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ റംബൂട്ടാനെ പോലെ തന്നെ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, റംബൂട്ടാനെ പോലെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് മട്ടോവ. ഞാനിപ്പോൾ ഇതിങ്ങനെ കൈ പിടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ആൻഡ് ഓൾസോ ഇത് കഴിക്കാൻ നല്ല മധുരമാണ്. ഫ്ലേവർ നമുക്കൊരു ലോങ്ങൻ്റെ ഫ്ലേവർ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കടയിൽ നിന്ന് നിങ്ങൾ ലിച്ചി എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ, ഒരു കോട്ടിയുടെയൊക്കെ ഒരു ഗോലിയുടെ ഷേപ്പിലുള്ള ഒരു ഗ്രീൻ കളറിലുള്ളൊരു ഫ്രൂട്ടില്ലേ, ലിച്ചി എന്ന് പറഞ്ഞിട്ട് അവർ തരിക. ആക്ച്വലി അതിൻ്റെ പേര് ലോങ്ങൻ എന്നാണ്. ലോങ്ങനും മികച്ച വെറൈറ്റി നമ്മുടെ വീട്ടിൽ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് മട്ടോവ. പ്ലാന്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് മട്ടോവ പ്ലാന്റ്. ഇച്ചിരി വലിയ പ്ലാന്റാണ് കേട്ടോ.